ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ലെറ്റ്സ് ഡു ഗെറ്റ് റെഡി വിത്ത് മീ. എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പിൻ്റെ ABCD ഒന്നും അറിയില്ല, എന്നാലും നമുക്കറിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഞാൻ ഏത് പ്രൊഡക്റ്റ് മുഖത്ത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് റോസ് വാട്ടർ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസ് വാട്ടർ മുഖത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് റോസ് വാട്ടറിൻ്റെ ബഞ്ചാരസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഒരു നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലഭിക്കുന്നതുമാണ് മെയിനായിട്ട്, പിന്നെ നല്ലതുമാണ് പ്രൊഡക്റ്റ്. അടുത്തത് മോയ്സ്ചറൈസർ. ഞാൻ 1 ഇയർ ആയിട്ട് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യല്. ഇത് ലൈറ്റ് വെയിറ്റ് എന്തോ അങ്ങനെ എന്തോ ആണെന്ന് പറയുന്നത് കേട്ടത്. അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഗ്രീസി എഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പം 1 ഇയർ ആയിട്ട് ഇതിപ്പം എൻ്റെ സെക്കൻഡ് ഡബ്ബയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇതാണ്. ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സ്ട്രോബ് ക്രീമാണ്. ഫേസസ് കാനഡേൻ്റെ സ്ട്രോബ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ശരിക്കും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മുഖത്തിങ്ങനെ തിളക്കം വരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഈ ചീക്സിലും ചിന്നിനും എല്ലാം ഒരു ഇങ്ങനെ ചിരിക്കുമ്പോൾ ഒരു തിളക്കം വരില്ലേ, ആ ഒരു തിളക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതെല്ലാം ഇടുന്നത്. അപ്പം ഞാൻ മൂക്കിനും ഈ 2 സൈഡിലും താടിക്കുമെല്ലാം ഞാൻ ഇടുന്നത്. ഇത് ഞാൻ എപ്പോഴും ഡെയിലി യൂസിനൊന്നും ഞാനിത് യൂസ് ചെയ്യാറില്ല. കല്യാണത്തിനെല്ലാം പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യൂ. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ നേരിട്ട് ഇങ്ങനെ കാണുമ്പം അത് ശരിക്കും ഉള്ളത് എൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഞാൻ ഈ ഇത് വെച്ചിട്ടുള്ള തിളക്കമൊന്നുമല്ല, നാച്ചുറൽ ബ്യൂട്ടിയാണ് കേട്ടോ. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു യൂസ് മൈ ലിപ്സ്റ്റിക് ആസ് മൈ ബ്ലഷ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ട്സ് ഓരോന്നിനും ഓരോ കാര്യത്തിനും ഓരോന്ന് എന്നിട്ടൊന്നും ഞാൻ വാങ്ങാൻ നിൽക്കില്ല. എൻ്റെ ലിപ്സ്റ്റിക് ആയിരിക്കും എൻ്റെ ബ്ലഷ്, എൻ്റെ ഐ ഷേഡോ, എൻ്റെ ലിപ്സ്റ്റിക്ക്, പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ അത്. അതേപോലെ തന്നെ ഈ സ്ട്രോബ് ക്രീമിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഞാനിത് ഡെയിലി യൂസിന് യൂസ് ചെയ്യാറില്ല. ഞാനിങ്ങനെ എന്തെങ്കിലും കല്യാണം അല്ലെങ്കിൽ ഇവൻറ്റ്സ് എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ മുഖം ചുവന്ന് കാണുമ്പോൾ അത് നാച്ചുറൽ ബ്യൂട്ടിയാണ് കേട്ടോ. സ്ട്രോബ് ക്രീം യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ 2 ചീക്സിനും ചിന്നിനും മൂക്കിനും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് ഉണ്ടാവും. ക്യാമറയിലെല്ലാം ഫോട്ടോയിൽ എടുക്കുമ്പോൾ നല്ലൊരു ഇങ്ങനെ ആപ്പിൾ പോലെ ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് മെയിനായിട്ട് ഈ ബ്ലഷിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അടുത്തതായി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കൺമഷിയാണ്. റെനേൻ്റെ മിഡ് നൈറ്റ് കാജൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് യൂസ് ചെയ്യൽ. ഇത് യൂസ് ചെയ്യൽ ഒരു 1 ഇയർ ആയിട്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യൽ. ഇത് എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയത്. എന്ന് വെച്ചാൽ ഇത് കിട്ടില്ല പോലത്തെ ഒരു കൺമഷിയാണ്. ഇടുമ്പം തന്നെ ഇങ്ങനെ ഒരു ബട്ടർ ഒഴുകി വരുന്ന പോലത്തെ സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺമഷി. നല്ല കറുപ്പിന് കറുപ്പും സ്മഡ്ജിന് സ്മഡ്ജ് ഫ്രീ ആയിട്ടുള്ളൊരു കൺമഷിയാണ്. ഞാനിതിന് പരസ്യം പറയുന്നില്ല, പക്ഷേ എങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു കൺമഷി. ഇത് കുറച്ചും കൂടി നമ്മളെ ഫേസിനെ കുറച്ചും കൂടി ഹൈലൈറ്റഡ് ആക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. ഈ ഒരു കൺമഷീൻ്റെ ആ ഒരു കറുപ്പും ഒരു ഭയങ്കര ഒരു ബ്യൂട്ടി തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഇതുവരെ ഒരു കൺമഷി ഇങ്ങനെ ഒരു കൺമഷി യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ പരസ്യം പറയുന്നതുമല്ല, പക്ഷേ ഐ ജസ്റ്റ് ലവ് ദിസ് കൺമഷി. സൂപ്പറാണ്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലിപ് ബാമാണ്. ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാമാണ്. പേരെല്ലാം പോയി, കാരണം ഞാൻ കുറേ ആയി ഇത് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് ലിപ് ബാമാണ്. അപ്പോൾ എൻ്റെ ചുണ്ടിൻ്റെ ഡ്രൈനെസ് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതാണ്. നല്ലൊരു കളറുമാണ്. ഞാൻ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഇതെങ്കിലും ഞാൻ ഇട്ടിട്ടാണ് എവിടെയെങ്കിലും പോവുക. അടുത്തതായി ഞാൻ എൻ്റെ ലിപ് ലൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് മാർസിൻ്റെ ചോക്കോ ബട്ടർ 14 ഷെയ്ഡ് നമ്പർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി അങ്ങനെ ഓവറായിട്ട് അറിയില്ല, എന്നാലും ഞാനൊരു ഓംബ്രേ ലുക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. ഒരു പുറത്ത് കുറച്ച് ബ്രൗണിഷ് കളറും ഉള്ളിൽ കുറച്ച് ലൈറ്റ് കളറും ഫീൽ ചെയ്യുന്ന പോലത്തെ ആ ഒരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം വരും എന്നുള്ളതറിയില്ല. അതേപോലെ ഈ ഒരു മുഖത്ത് എന്തെങ്കിലും മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം ഈ ഒരു ലിപ് ലൈൻ ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് അതിൽ മാത്രമേ പെർഫെക്ഷൻ വരുള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളതിലൊന്നും എനിക്ക് അങ്ങനെ വലിയ പെർഫെക്ഷനൊന്നും വരില്ല. ഞാനൊരു ഇതിൽ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അടുത്തതായി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ലിപ്പ് ലൈൻ ചെയ്തതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ടുള്ള ലിപ്സ്റ്റിക്ക്. ബ്ലഷായിട്ട് യൂസ് ചെയ്ത സെയിം ലിപ്സ്റ്റിക്കാണ് ലാക്മേ ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ്പ് കളറ്.
ഷെയ്ഡ് നമ്പർ 26 ന്യൂഡ് ലാറ്റ്. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിൽ ലൈറ്റ് കളറും ലൈനറായിട്ട് കുറച്ച് കട്ടിയുള്ള കളർ ഇടുമ്പം ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്ക് വരും. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ഒറ്റ കളർ ഒരേ സെയിം കളർ ലൈനറും സെയിം കളർ ലിപ്സ്റ്റിക്ക് ഇടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതേപോലെ പലരും എന്നോട് ഈ ഒരു ഷെയ്ഡ് കണ്ടിട്ട് ഇതേതാ ഷെയ്ഡ് ചോദിക്കലുണ്ട്. അപ്പം ഇങ്ങനെ പുറത്തുനിന്ന് കണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഇപ്പം തന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്കിനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് ഇന്ന ഷെയ്ഡാണെന്നുള്ളത്. ഞാനിങ്ങനെ ഷോപ്പിലെല്ലാം പോയി അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങുമ്പോൾ എനിക്ക് പറ്റിയൊരു ഏകദേശ കളറ് ഞാൻ ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഇന്ന കളറേ ഞാൻ യൂസ് ചെയ്യൂ അങ്ങനെ പറയുന്ന കൂട്ടത്തിലല്ല ഞാൻ. എനിക്ക് മെയിനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ അധികം ലാക്മേ തന്നെയാണ് ചൂസ് ചെയ്യൽ. ഇനി നമ്മളെ മെയിൻ സാധനം ഗ്ലാസ്സസ്. അടുത്തതായി കുറച്ച് ഓർണമെൻറ്റ്സ് എല്ലാം കൊണ്ടെല്ലാമാണ് കാതിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 5 നാരുകളാണുള്ളത്. ഈ നാരുകളെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്നത് ഫിലിപ്സിൻ്റെ ഒരു സ്ട്രെയിറ്റ്നറാണ്. ഇത് എനിക്ക് അമലാൻ്റെ അച്ഛൻ ഗിഫ്റ്റ് ചെയ്തതാണ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ. ദിസ് ഇസ് മൈ ഒരുങ്ങിയ ലുക്ക്. നോക്കിയാട്ടെ, ആ ഒരു ബ്ലഷിൻ്റെ ആ ഒരു ആപ്പിൾ ഫീല് വരുന്നില്ലേ, കണ്ട. അതേപോലെ ആ ഒരു സ്ട്രോബ് ക്രീമെല്ലാം കുറച്ചും കൂടി അധികം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം കുറച്ചും കൂടി വെട്ടിത്തിളങ്ങുന്നതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോന് വേണ്ടി ഒരുങ്ങിയത് കൊണ്ട് മാത്രം ഞാൻ അധികം ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ. ഇങ്ങനെയാണ് ഞാൻ എല്ലാത്തിനും ഒരുങ്ങലും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, share and subscribe. Thank you for watching.